ഹായ് ഫ്രണ്ട്സ്, അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ പശുവിനെ അയച്ചിട്ട് തൊഴുത്തിൽ പോകുന്നുണ്ട് കേട്ടോ. എന്താ പശുക്കുട്ടി ഇവിടെ നിൽക്കുന്നുണ്ട്. നീ ഇവിടെ നിന്നോ? നമ്മൾ എന്താ ചൂട്ടോ ആത്മാർത്ഥതയുള്ള പണി? എന്താ വൈക്കോല് കൊണ്ട് പശുവിന് ഇട്ട് കൊടുക്കാൻ കേട്ടാ. ഇവളിത് അവിടെ ഇരിക്കുന്നുണ്ട്. മിക്കും അവിടെ കളിക്കുകയാണ് കേട്ടാ. അതാ അപ്പോൾ പശുവിനെ കെട്ടിയിടുന്നുണ്ട്. ഇതാട്ടാ പശു, നമ്മുടെ പശുക്കുട്ടി. ഇവളുടെ കാലില് നോക്ക്. എന്താണ് ഇവള് ഇവിടെ നിർത്തണ്ടാട്ടെ പുഞ്ഞി. ഇതാ അവിടെ നിർത്തണ്ട. നോക്ക് ഇവളുടെ കാലില് ആ വളത്തിന്റെ കട്ട പിടിച്ച് നിക്കണത്. ചൂല് കൊണ്ടാക്കിയ മെലിയില്ലേ. ആ അതാ കറക്റ്റായി എടുത്തു നോക്കും. അല്ലെങ്കിൽ കുളമ്പ് രോഗം വരും. ഇവൾക്ക് കുളമ്പ് രോഗത്തിന് കുത്തി വെക്കണ്ടേ? വീണ്ടും ഓള അതിലെന്നെ ചവിട്ടി. വീണ്ടും ഓള അതിലെന്നെ ചവിട്ടി. മാറി അവള് തീഞ്ഞ മുട്ടി നിൽക്കണോട്. ഇനി വരില്ല പൂ. അമ്മണി പശു അമ്മ പശു ഇതാ വൈക്കോല് തന്നെ നിൽക്കണം കേട്ടാ. ഇപ്പൊ പിള്ളേരൊക്കെ ഇതാ വരുന്നുണ്ട്. നമ്മുടെ ഇന്നത്തെ ഈവനിങ് പാല് കറക്കൽ പരിപാടി. അപ്പോൾ അതാ പാല് കറന്ന് കഴിയാറായിട്ട് തുണിഞ്ഞൊക്കെ എടുത്ത വളമടയിലിട്ടുണ്ട്. കുഞ്ഞു പശുവിനെ അടുത്ത് തന്നെ കെട്ടിയിട്ടിരിക്കണം. നോക്ക് പാല് കുടിച്ചിട്ട് അതേപോലെ സ്റ്റക്കായി നിൽക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഇവളില്ലേ ഭയങ്കര ഇതായിട്ടോ. പാല് കുടിച്ചിട്ട് നമ്മൾ വലിച്ചു കഴിഞ്ഞാൽ വരികയില്ല. അമ്മ കറുത്ത കളറ്, മകള് ചെമ്പൻ കളറ്. ആ അവള് കറുപ്പ് കളറാവും. അവളുടെ മേലെ നോക്കാം, മുടിയൊക്കെ കറുപ്പായി. അമ്മനെ പോലെയാവും ഇവള്. ഇവള് കറുപ്പ് കളറാവോ ചെമ്പൻ കളറാവോ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. പശു ഉള്ളവർക്കറിയാം. ഞാൻ കറുപ്പാവും പറഞ്ഞപ്പോൾ അപ്പു ആവില്ല എന്നാണ് കേട്ടോ പറയണത്. നോക്ക് അവളുടെ വാലി തൊട്ട് കളിക്കണ്ട കേട്ടോ. പാലൊക്കെ കറന്നു കഴിഞ്ഞൂലേ പോ. അങ്ങനെ നമ്മൾ പാലൊക്കെ കറന്നു കഴിഞ്ഞപ്പോൾ പാൽപത്രമൊക്കെ മൂടി വയ്ക്കുകയാണ് കേട്ടോ. കുഞ്ഞു പശുവിനെ അയച്ചു വിട്ടിട്ടുണ്ട് പലർക്ക്. എവിടേക്കാ പാലും മലയാളി? അത് ശരിയാണ്. കള്ളുഷാപ്പിൽ കൊടുക്കുക, കള്ളു കുടിക്കുക. പാലും കൊണ്ട് കള്ളുഷാപ്പിലേക്ക് പോകുന്ന അപ്പുക്കുട്ടൻ. അപ്പു ഇന്നത്തെ ആൾക്കാർക്ക് അറിയടാ പാലും കള്ളും തമ്മിൽ തിരിച്ചറിയാം. അപ്പം ഇന്നത്തെ ഇത്ര ഒരു കുഞ്ഞ വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ പശുവിന് പാല് കറന്ന് കഴിഞ്ഞു. ഇടി അമ്മൂന് വൈക്കോലിട്ട് കൊടുത്തൊക്കെ കറന്ന് കഴിയുമ്പോഴേക്കും അമ്മു വൈക്കോലും തിന്ന് കഴിയും. അതാണ് നമ്മുടെ ഹൈലൈറ്റിൽ പോവും. അപ്പൂൻ്റെ നമ്മളുടെ വീഡിയോ കാണുന്നവർക്ക് അറിയാട്ടോ അപ്പൂൻ്റെ ഓരോ കോമഡി. അവളുടെ കാലിൻ്റെ അടിയിൽ അവള് അവിടെ നിന്നിട്ട് ആ ചളി കയറിയിട്ടത് നോക്കുന്നതാ വരുന്നത്. ഞാൻ ക്ലീൻ ചെയ്യാൻ പറഞ്ഞാൽ കേൾക്കാണ്ട് ക്ലീൻ ചെയ്യണം. ഞാൻ പശുവിനെ കഴിച്ചിട്ട് പോയിട്ട് അവിടെ ഫുള്ളടിച്ച് വൃത്തിയാക്കുള്ളൂ. രാവിലെ ഈ മാറ്റൊക്കെ മാറ്റി അത് ഉണങ്ങിയിട്ടുണ്ടായിരുന്നാ? ഈ മാറ്റിൻ്റെ അടിയിൽ കൂടെ വെള്ളം പോയിട്ടില്ലേ? ഞാൻ എന്നിട്ട് അതൊക്കെ രാവിലെ എടുത്ത് മാറ്റി അവിടെയൊക്കെ അടിച്ച് വൃത്തിയാക്കിയിട്ടതാണ്. കാരണം എന്താ പറഞ്ഞാൽ നമ്മൾ അവർക്ക് വെള്ളമൊക്കെ കൊടുക്കുമ്പോൾ ഈ വെള്ളം ഒലിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ മാറ്റിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കുക, താഴത്തേക്ക് ഒഴുകി പോകാണ്ടേ. അപ്പോൾ ആ മാറ്റൊക്കെ മാറ്റിയപ്പോൾ മാറ്റിൻ്റെ ഫ്രണ്ടിൽ ബാക്കിൽ ഫുള്ളും വെള്ളമായിരുന്നു. അപ്പോൾ അതൊക്കെ ഉണങ്ങാനായിട്ട് അതൊക്കെ ഉണങ്ങി അവിടെയൊക്കെ ഫുള്ള് ഉണങ്ങിയതിന് ശേഷമാട്ടെ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കൊണ്ട് കെട്ടിയിട്ടത്. അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും ആ വെള്ളവും ഈച്ചയും കൊതുകൊക്കെ വരുന്നത് അതുകൊണ്ടാ പൂ. അപ്പോൾ അവളുടെ പാലുകൂടിയൊക്കെ മതി. അപ്പോൾ വെള്ളം കെട്ടിയിട്ട് നമുക്ക് അവിടെ ഒന്നും മേയാനൊന്നുമില്ല. എവിടെ കെട്ടിയിടേണ്ടതെന്ന് അറിയില്ല. ഇന്നലെ മാറ്റി മാറ്റി കെട്ടിയിട്ട് ഒന്നും കറമ്പി തിന്നാനില്ലാത്തതുകൊണ്ടേ അങ്ങനെ പ്രത്യേകിച്ച് തിന്നാനൊന്നും അവിടെ ഇല്ല. ഫുൾ ഡ്രൈ ആയിരിക്കുക. പിന്നെ ജസ്റ്റ് ഒന്ന് കാലാറാന്ന് കൊണ്ട് നമുക്ക് കെട്ടിയിടാന്ന് മാത്രം. അവൾ വിളിച്ചാലേ വരില്ല, അവൾ വലിച്ചാലേ വരില്ല. ആദ്യം അമ്മ പശുവിനെ അഴിക്കുക. അപ്പോൾ അവൾ താനെ ബാക്കിൽ വരും. അപ്പം വരുമോ? ഒരാളും കൂടെ പോവാ? വേണ്ട ഞാൻ ക്ലീൻ ചെയ്യാം. വേണ്ട ഞാൻ ക്ലീൻ ചെയ്യാം. ഞാൻ ഇവിടെ അങ്ങനെയല്ലേ പോ. പിന്നെ ഇവളെ അമ്മനെ അയച്ചാലേ ഇവള് വരുള്ളൂ. നമുക്ക് പിന്നെ വെളിയിൽ കൊണ്ട് കെട്ടിയിടാം കേട്ടോ. നമ്മൾ കയറൊക്കെ കൊണ്ട്
നമ്മൾ എവിടെ അഴിച്ചു കെട്ടാൻ പോകണ്ട, നമ്മൾ എവിടേക്കാണ് പോകുന്നതെന്ന് എനിക്കൊരു പിടുത്തമില്ല. നമ്മൾ കുറച്ച് നേരം നിൽക്കും, എന്തെങ്കിലുമൊക്കെ കറമ്പാൻ കിട്ടുമോ നോക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വെള്ളപ്പൂവുള്ള ചെടിയാണ് തിന്നുന്നത് കേട്ടോ. ബാ നമുക്ക് വെള്ളം കൊണ്ട് കെട്ടാം. അപ്പോൾ പുറകിൽ അവളെയും കൊണ്ട് വരും കേട്ടോ, കുഞ്ഞുവിനെയും കൊണ്ട് വരും. മേയാനൊന്നുമില്ല, ഇതാ വെള്ളം വീണ്ടും കൂടുതലായിട്ടാ. ഇവിടെ തന്നെ കാണുന്നുണ്ട് വെള്ളം. വാ നമുക്ക് ഇതിനെ അവിടെ കൊണ്ട് കെട്ടിയിടാം കേട്ടോ. പിന്നെ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇതിനെ അവിടെ മേയ്ക്കാൻ കൊണ്ട് കെട്ടിയിരുന്നത്. അപ്പോൾ പാലൊക്കെ കറന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ അഴിച്ചു കൊണ്ടുപോയിട്ട് പുറകിൽ ആ തൊടിയിൽ കൊണ്ട് കെട്ടിയിടും കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ മേഞ്ഞോളും. എന്താ ഇന്നിപ്പോൾ ഇവിടെ കെട്ടാൻ തോന്നുന്നു. ഇവിടെ നിറയെ ആ ചെടിയുണ്ട്, പക്ഷെ അങ്ങനെ വെയിലാണ്. എന്തെങ്കിലുമൊക്കെ കറമ്പി തിന്ന് വയറ് നിറച്ചോട്ടേ പറഞ്ഞിട്ടേ, കാരണം പച്ചപ്പ് കാണുമ്പോൾ ഒരു കൊതി തോന്നിയിട്ട്. ബാ അവിടെ കൊണ്ട് കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ കുഞ്ഞു പശുവിനെയും കൂടെ കൊണ്ടുവരുന്നുണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് പോത്തുകളെ അയച്ചു വിടണം കേട്ടോ. അത് വീണ്ടും കനാൽ വെള്ളം കൂടുതലായി കഴിഞ്ഞാൽ അവിടെ ഫുള്ളൊന്നും അറിയണ്ട. അപ്പോൾ നമ്മളവിടെ സ്വത്തുമ പാലൊഴിക്കാൻ സൊസൈറ്റി വന്നിരിക്കുകയാണ് കേട്ടോ. പിന്നെ ചുമയുണ്ട്. ഇപ്പോൾ പാലൊഴിക്കാൻ പോയിട്ട് അതാണ് സൊസൈറ്റി. അപ്പോൾ നമ്മൾ അതിൻ്റെ വെളിയിൽ വണ്ടീൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മളുടെ പശുവിനെയൊക്കെ വെളിയിൽ കൊണ്ട് കെട്ടിയിട്ട് നമ്മൾ പാലൊഴിക്കാൻ വന്നിട്ടുണ്ട്. മിക്കോ ഇനി എന്ത് വേണം സ്വത്തിന് കഴിക്കാൻ? സ്വത്തിന് ദോശ വേണമെന്നാണ് പറയണത്. അപ്പോൾ നമ്മളിനി ഇവിടെ അടുത്ത് നല്ല ഫേമസ് ആയിട്ടുള്ളൊരു ദോശക്കടയുണ്ട് കേട്ടോ. ദോശക്കടയല്ല, ദോശ പൊറോട്ട വെജ് മാത്രം കിട്ടുന്നൊരു ഹോട്ടലാണ് കേട്ടോ. നമുക്ക് അവിടെ പോയിട്ട് കഴിക്കണമൊക്കെ കാണിച്ചു തരാം കേട്ടോ. നല്ല ഫേമസ് ആണ്, പല്ലാവൂരിലെ തന്നെ അമ്പലത്തിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ. നല്ല ഫുഡാണ്. അപ്പോൾ നമ്മളത് കാണിച്ചു തരാം. പാലൊഴിച്ചിട്ട് അപ്പോൾ വരുന്നുണ്ട് കേട്ടോ. ദോശ വേണത്രേ. അപ്പോൾ അതാ ഡാഡ ഇതിൽ ഹാങ് ചെയ്തു. എത്രയുണ്ട് ഇപ്പോൾ? ബില്ലൊക്കെ മാറിയ പോലെ തോന്നുന്നു. നല്ല അക്ഷരം ദോശ വയ്ക്കാൻ പോകുന്നുണ്ട് കേട്ടോ. വേണ്ടേ? അപ്പോൾ നമ്മൾ മസാല ദോശ കേട്ടോ പറഞ്ഞത്. നമ്മളിങ്ങനെ രാവിലെ ഒരു വൈകിട്ടൊക്കെ ഒരു 7:30-8 മണി സമയത്തൊക്കെ, 8 മണിയല്ല 7-7:30 പാലൊഴിക്കാൻ പോകുന്ന സമയത്ത് മിക്കവാറും ഇവിടെ നിന്ന് കഴിക്കാറുണ്ട് കേട്ടോ. അവിടെ രാവിലെ നേരത്തെ ഫുഡാവുന്നൊരു ഹോട്ടലാണ്. അപ്പോൾ നമ്മൾ 2 മസാല ദോശ കേട്ടോ പറഞ്ഞത്. നല്ല ടേസ്റ്റാണ്, പുറത്തിനേക്കാട്ടി വില കുറവാണ് കേട്ടോ. പിന്നെ ഇത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ.